തൊഴിലുടമകളും തൊഴിൽ മേഖലയിലെ പുതിയ തലമുറയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും തൊഴിലിടങ്ങളിലെ ഒരു ട്രെൻഡിങ് ചർച്ചാ വിഷയമാണ്. എല്ലാ തൊഴിൽ രംഗത്തും ഈ സംഘർഷം നിലനിൽക്കുന്നതായും അതൊരു ബുദ്ധിമുട്ടായി മാറുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അടിക്കടി ജോലി മാറുക, ആരോടും പറയാതെ ഒരു സുപ്രഭാതത്തിൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോവുക തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് ജെൻസി ജോലിക്കാരെ കുറിച്ച് ഉയർന്നു വരുന്നത്. ജെൻസി ജീവനക്കാർക്കിടയിൽ പ്രതിബദ്ധതയില്ലായ്മ കൂടുതലാണെന്ന ആക്ഷേപവും ശക്തമാണ്. അതേസമയം പരമ്പരാഗത തൊഴിൽ സംസ്കാരത്തിലെ ഫ്ലെക്സിബിലിറ്റിയും ജീവനക്കാരുടെ മെന്റൽ സ്റ്റേറ്റും ആധുനിക പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടുന്നില്ലെന്നാണ് ജെൻസി ജീവനക്കാരുടെ വാദം. തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അവർ പറയുന്നു. അങ്ങനെയെങ്കിൽ ജെൻസിയുടെ മനോഭാവമാണോ കാലഹരണപ്പെട്ട തൊഴിൽ സംസ്കാരമാണോ ഈ സ്ഥിതിക്ക് കാരണമെന്ന് വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പൊതുവെ 1996 ശേഷം ജനിച്ചവരെയാണ് ജെൻസി എന്ന് വിളിക്കുന്നത്. അതിവേഗ സാങ്കേതിക മാറ്റങ്ങളുടെയും പകർച്ചവ്യാധിക്ക് ശേഷമുള്ള പുനഃസൃഷ്ടിയുടെയും കാലഘട്ടത്തിലാണ് ഇക്കൂട്ടർ ജോലിയിൽ പ്രവേശിക്കുന്നത്. വലിയ രീതിയിൽ ഡിജിറ്റൽ ലോകത്തിന്റെ സ്വാധീനമുള്ള ജെൻസി വർക്ക് ലൈഫ് ബാലൻസിനെ വിലമതിക്കുന്നവരാണ്. കർക്കശ രീതികളെക്കാളും ദീർഘകാല പ്രതിബദ്ധതയെക്കാളും ലക്ഷ്യബോധമുള്ള കരിയറുകൾക്കാണ് അവർ മുൻഗണന നൽകുന്നത്. ശമ്പളമില്ലാത്ത ഓവർടൈം ജോലികളെ എതിർക്കുന്ന ഇവരുടെ രീതി പഴയ തലമുറകൾ പലപ്പോഴും തൊഴിൽ നൈതികതയുടെ അഭാവമായി കാണുന്നു. എന്നാൽ കാലഹരണപ്പെട്ട മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു പോരായ്മയാണോ അതോ കേവലം പുരോഗതിയാണോ? അതേസമയം പല ജോലി സ്ഥലങ്ങളും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഘടനകളിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. തൊഴിൽ സുരക്ഷയും കരിയർ വളർച്ചയും ആത്യന്തിക ലക്ഷ്യങ്ങളായിരുന്ന ഒരു കാലഘട്ടത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സംവിധാനങ്ങളിൽ കർശനമായ ഓഫീസ് സമയം, പരിമിതമായ റിമോട്ട് ഓപ്ഷനുകളുമെല്ലാം പ്രധാനമാണ്. ഇതിന് വിപരീതമായി ഇന്നത്തെ സമ്പദ് വ്യവസ്ഥ ചടുലത, സർഗാത്മകത, തുടർച്ചയായ പഠനം അഥവാ അപ്സ്കില്ലിംഗ് എന്നിവയ്ക്ക് പ്രതിഫലം നൽകുന്നു. ഇവയെല്ലാം ജെൻസി സ്വഭാവമുള്ള രീതികളാണ്. സ്ഥാപനങ്ങൾ വളരാൻ പരാജയപ്പെടുമ്പോൾ അവർ പ്രായം കുറഞ്ഞ ജീവനക്കാരെ മാത്രമല്ല കൂടുതൽ മാനുഷികവും വഴക്കമുള്ളതുമായ സാഹചര്യങ്ങൾ തേടുന്ന വിശാലമായ തൊഴിൽ ശക്തിയെയും അകറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം ഈ രണ്ട് വാദങ്ങളുടെ ഇടയിലാണ് കിടക്കുന്നത്. പ്രൊഫഷണൽ വളർച്ചയ്ക്ക് ക്ഷമ, പൊരുത്തപ്പെടൽ, പ്രതിരോധ ശേഷി എന്നിവ ആവശ്യമാണെന്ന് ജെൻസി മനസ്സിലാക്കണം. അതുപോലെ തൊഴിലുടമകൾ തൊഴിലിട സംസ്കാരങ്ങളെ പുനർവിചിന്തനം ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. അവിടെ മെന്റർഷിപ്പ്, മാനസികാരോഗ്യ പിന്തുണ, ഹൈബ്രിഡ് മോഡലുകൾ, സുതാര്യമായ കരിയർ പാതകൾ എന്നിവ വാഗ്ദാനം ചെയ്യേണ്ടതുണ്ട്. വഴക്കമുള്ള ഷെഡ്യൂളുകൾ, കഴിവുകൾ അടിസ്ഥാനമാക്കിയുള്ള പുരോഗതി, തുറന്ന സംഭാഷണം എന്നിവ സ്വീകരിച്ച കമ്പനികൾ എല്ലാ പ്രായക്കാർക്കും അഭികാമ്യമാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇവിടെ സങ്കീർണമായ ഒരു തലമുറ മാറ്റത്തെ അത്ര ലളിതമാക്കേണ്ടതില്ലെന്ന വിദഗ്ധവാദവും ഉയർന്നു വരുന്നുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ അലസതയെക്കുറിച്ചല്ല, മറിച്ച് പ്രതീക്ഷകളുടെ ഏറ്റുമുട്ടലിനെ കുറിച്ചാണ് പിരിമുറുക്കം. ജോലിയുടെ ഭാവി ഒരു തലമുറയെക്കുറിച്ചല്ല, യുഗങ്ങളിലുടനീളം കഴിവുകൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഒന്നിനെ മാത്രം പഴിക്കുന്നതും ഒന്നിനെ മാത്രം ന്യായീകരിക്കുന്നതും ശരിയല്ല.